പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കർ. കെ.എം. പണിക്കരുടെ യഥാർത്ഥ നാമം കാവാലം മാധവ പണിക്കർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പോര്. പുരളി ശമൻ, കേരള സിംഹം എന്നിങ്ങനെ അറിയപ്പെട്ടത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ്, കണ്ണൂരാണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. പനമരം വയനാട്ടിലാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആർതർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കർ. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30-നാണ്. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം മാവിലാന്തോടാണ്. മാവിലാന്തോട് വയനാടാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി ആണ്, വയനാട്ടിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ്. പഴശ്ശി ഡാം വരുന്നത് കണ്ണൂർ വളപട്ടണം പുഴയിലാണ്. പഴശ്ശി കോളേജ് വരുന്നത് പുൽപ്പള്ളിയിലാണ്, വയനാട്ടിലാണ്. പഴശ്ശി ടൂറിസ്റ്റ് കേന്ദ്രം വയനാട്ടിലാണ്. പഴശ്ശി സ്കൂള് മട്ടന്നൂരാണ്.